ഹായ് ഫ്രണ്ട്സ്, എക്സലന്റ് PSC അക്കാഡമിയുടെ റൈറ്റ് ട്രാക്ക് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി നമ്മൾ ഇംഗ്ലീഷിൽ നിന്നും PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസിനെ കുറിച്ചും പാസീവ് വോയിസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അതുപോലെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആക്റ്റീവ് പാസീവ് വോയിസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. പ്രസന്റ് ടെൻസിലെ മൂന്നാമത്തെ വിഭാഗമാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാവുന്നതുപോലെ കംപ്ലീറ്റ്ലി എന്നാണ്, പൂർണ്ണമായത്. സോ വർത്തമാനകാലത്തിൽ പൂർണ്ണമായ പ്രസന്റ് രൂപത്തിൽ വർത്തമാനകാലത്തിൽ പൂർണ്ണമായ ഒരു ക്രിയയെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്, സ്ട്രക്ചറാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് ഉള്ളത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എഴുതാൻ പോവുകയാണ്. He has played cricket. കഴിഞ്ഞ സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും വിശദീകരിച്ചപ്പോൾ നമ്മൾ ഉപയോഗിച്ച അതേ വെർബ് തന്നെയാണ് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന വളരെ സിമ്പിൾ ആയ ഒരു വെർബ് ആയതുകൊണ്ടാണ് പ്ലേ എന്ന വെർബ് ഇവിടെ വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു വെർബിന് 4 രൂപങ്ങളുണ്ട്. നിങ്ങൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ പെർഫെക്റ്റ് ടെൻസുകളിലും, അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിക്കോട്ടെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയിക്കോട്ടെ, പാസ്റ്റ് പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റും നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. എങ്കിലും ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക, എല്ലാ പെർഫെക്റ്റ് ടെൻസുകളിലും നമ്മൾ വെർബിന്റെ മൂന്നാമത്തെ രൂപം ആണ് ഉപയോഗിക്കുക. മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കുക എന്നല്ല പറയേണ്ടത്, മൂന്നാമത്തെ രൂപം മാത്രമേ ഉപയോഗിക്കൂ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പ്ലേ എന്ന വെർബിന്റെ എത്രാമത്തെ രൂപമായിരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? സംശയിക്കേണ്ട, മൂന്നാമത്തെ രൂപം തന്നെ. പ്ലേ എന്ന വെർബിന്റെ രണ്ടാമത്തെ രൂപം പ്ലേഡ് ആണ്, മൂന്നാമത്തെ രൂപവും പ്ലേഡ് ആണ്. നിങ്ങൾ സംശയിക്കരുത്, ഈ വെർബിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും രൂപം ഒരുപോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ പെർഫെക്റ്റ് ടെൻസിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെർബിന്റെ രണ്ടാമത്തെ രൂപമല്ല, മറിച്ച് മൂന്നാമത്തെ രൂപമാണ് എന്ന് നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ തന്നെ കുറിച്ചിടുക. പെർഫെക്റ്റ് ടെൻസുകളിൽ വെർബിന്റെ മൂന്നാമത്തെ രൂപം മാത്രമേ ഉപയോഗിക്കൂ എന്ന പോയിന്റ് മറക്കരുത്. He has played cricket. She has played cricket. They have played cricket. I have played cricket. 4 സെന്റൻസുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എഴുതിയിരിക്കുന്നു. He has played cricket എന്ന ഈ സെന്റൻസിന്റെ അർത്ഥം അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് എന്നാണ്. ശ്രദ്ധിക്കുക. ഇത് ഇത്തരത്തിൽ മലയാളീകരിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നിയേക്കാം. പക്ഷെ നിങ്ങളിത് കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ യഥാർത്ഥ മലയാള അർത്ഥം അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നാണ് എങ്കിൽ, രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ അർത്ഥം അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എങ്കിൽ, മൂന്നാമത്തെ വിഭാഗമായ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ അർത്ഥം അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. എപ്പോൾ? കളിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ, അതായത് ഇപ്പോൾ ആ ക്രിയ പൂർണ്ണമായിരിക്കും, എന്നാൽ അതിന്റെ ഇഫക്റ്റ് ഇപ്പോൾ നിലവിലുണ്ട് എന്നർത്ഥം. കളിച്ചു കഴിഞ്ഞതല്ല. He has played cricket എന്നതിന്റെ അർത്ഥം ചിലരെല്ലാം അവൻ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. എന്നാൽ കളിച്ചു കഴിഞ്ഞു എന്നാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കളിച്ചു കഴിഞ്ഞു. സോ അത് പാസ്റ്റ് ടെൻസ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുമായി യോജിക്കുന്നില്ല, കാരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം He has played cricket എന്ന സെന്റൻസിന്റെ അർത്ഥം അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പോഴും അതിന്റെ എഫക്റ്റ് നിലനിൽക്കും. അവൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ അർത്ഥം.
കഴിഞ്ഞ ടെൻസിൽ നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് ഒരാളാണ് എങ്കിൽ ഈസ് എന്ന് ചേർക്കുന്നു, സബ്ജക്റ്റ് രണ്ടാളെ ബഹുവചനമാണ് എങ്കിൽ ആർ എന്ന് ചേർക്കുന്നു എന്ന നിയമങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെയും അത്തരം നിയമങ്ങൾ നമുക്ക് നിരീക്ഷിച്ചാൽ ഈ 4 സെന്റൻസുകൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഹി എന്ന സബ്ജക്റ്റ് ഒരാളായതുകൊണ്ട് ഹാസ് എന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാസ് എന്ന ഓക്സിലറി വെർബിന് ശേഷം വെർബിന്റെ 3ാമത്തെ രൂപമാണ് വേണ്ടത് എന്നുകൂടി ഓർത്തിരിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകളാണ് ഹാസും ഹാവും. ഹാസിനും ഹാവിനും ശേഷം വെർബിന്റെ 3ാമത്തെ രൂപമാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഹാസിനും ഹാവിനും ശേഷം വെർബിന്റെ 3ാമത്തെ രൂപമാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാസ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് ഏകവചനമാകുമ്പോഴാണ്. ഹാവ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് ബഹുവചനമാകുമ്പോഴാണ്. ഇവിടെയും ഐ എന്ന ആ വാക്ക് ഇവിടെയും ഒരു വില്ലനായി കടന്നു വരികയാണ്. ശ്രദ്ധിക്കുക, ഐ ഞാൻ എന്ന ആ പ്രയോഗം, ആ വാക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ബഹുവചനമാണ് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഐ ഹാവ് പ്ലേഡ് എന്ന പ്രയോഗം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കാരണം ഐ ഇവിടെ സിംഗുലർ അല്ല, മറിച്ച് ഐ ബഹുവചനമാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഹാവ് എന്ന ഓക്സിലറി വെർബ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവ് എന്ന സഹായക ക്രിയ നമുക്കിവിടെ ഉപയോഗിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു വെർബിന് 4 രൂപങ്ങളുണ്ട്. അതിൽ 3ാമത്തെ രൂപമാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, 2ാമത്തെ രൂപമല്ല. നമുക്ക് ഗോ എന്ന വെർബിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന്, അവൻ പോയിട്ടുണ്ട് എന്ന് നമുക്ക് പ്രയോഗിക്കാം എന്ന് വിചാരിക്കുക. അവൻ പോയിട്ടുണ്ട്. He has go. He has go എന്ന് പറയുന്ന ആ പ്രയോഗം ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. ഒറ്റ നോട്ടത്തിൽ യെസ്, നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന ഉത്തരം ശരിയാണ്. ഈ സെന്റൻസ് തെറ്റായ പ്രയോഗമാണ്. കാരണം ഹി എന്നത് സബ്ജക്റ്റ്, ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു, അത്രയും ഭാഗം തെറ്റില്ല. എന്നാൽ ഹാസിന് ശേഷം വേണ്ടത് വെർബിന്റെ 3ാമത്തെ രൂപമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർക്കുക. ഗോ എന്ന വെർബിന്റെ 3ാമത്തെ രൂപം ഗോൺ. ഹി ഹാസ് ഗോൺ. ഇപ്പോൾ ഈ പ്രയോഗം ശരിയായിരിക്കുന്നു. ഇനി ഞാൻ മറ്റൊരു പ്രയോഗം ഇവിടെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ഷീ ഹാവ് ഗോൺ. ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിസ്സംശയം പറയാൻ സാധിക്കും ഈ സെന്റൻസ് തെറ്റാണ്. കാരണം ഷീ എന്ന സിംഗുലർ സബ്ജക്റ്റിന് ശേഷം ഹാവ് എന്ന ഓക്സിലറി വെർബ് അല്ല വരേണ്ടത്, മറിച്ച് ഹാസ് എന്ന ഓക്സിലറി വെർബാണ് വരേണ്ടത്. ഷീ ഹാസ് ഗോൺ എന്ന പ്രയോഗം ഇപ്പോൾ ഇത് ശരിയായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഈ സെന്റൻസിന് മറ്റു ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഷീ ഹാസ് ഗോയിങ്. ഈ സെന്റൻസ് ഇപ്പോൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. ഷീ ഹാസ് ഗോയിങ് തെറ്റ്. കാരണം ഷീ ഹാസിന് ശേഷം വെർബിന്റെ 3ാമത്തെ രൂപമാണ് വരേണ്ടത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ രൂപം എന്ന് പറയുന്നത് 4ാമത്തെ രൂപമാണ്, 3ാമത്തെ രൂപമല്ല. 3ാമത്തെ രൂപം എന്ന് പറയുന്നത് ഗോൺ ആണ്. സോ ഇവിടെ നമ്മൾ ഷീ ഹാസ് ഗോൺ എന്ന പ്രയോഗം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഈ സെന്റൻസ് ശരിയായി മാറുന്നത്. ഐ ഹാസ് ഗോൺ. ഐ ഹാസ് ഗോൺ. ഈ സെന്റൻസ് ശരിയോ തെറ്റോ? ഐ ഒറ്റനോട്ടത്തിൽ, ഐ എന്ന സബ്ജക്റ്റ് ഒറ്റനോട്ടത്തിൽ ഇവിടെ ഐ ബഹുവചനമാണോ ഏകവചനമാണോ? ഒറ്റനോട്ടത്തിൽ അത് ഏകവചനമാണെന്ന് തോന്നാം.
ശ്രദ്ധിക്കുക, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഐ എന്ന സബ്ജക്റ്റ് പ്ലൂരലാണ് എന്ന് ഓർത്തിരിക്കുക. അതിനാൽ ഐ ഹാസ് ഗോൺ എന്നത് തെറ്റാണ്. ഐ ഹാവ് ഗോൺ എന്നതാണ് ശരിയായ പ്രയോഗം. സോ വെർബിന്റെ 4 രൂപങ്ങളെ കുറിച്ച് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വെർബിന്റെ സ്ഥിരമായി PSC ചോദിക്കുന്ന വെർബുകളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. അതിന്റെ 3 രൂപങ്ങളും കൃത്യമായ 3 രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നീ രൂപങ്ങൾ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈ 3 രൂപങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. 4ാമത്തെ രൂപം കൃത്യമായി കാണാപ്പാടമൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം 4ാമത്തെ രൂപത്തിൽ ING ഫോമാണ്. അതായത് എല്ലാ വെർബിനോടും ING എന്ന വാക്കുകൾ എന്ന അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ 4ാമത്തെ രൂപം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഈ 3 രൂപങ്ങൾ go, went, gone, read വായിക്കുക എന്ന ക്രിയയുടെ 2ാമത്തെ രൂപം. അതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. read, read, reading എന്നാണ്. സ്പെല്ലിംഗ് നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക. എഴുതുന്നതെല്ലാം ഒരുപോലെയാണ് എങ്കിലും വായിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. played, playing ഇത്തരത്തിലുള്ള വെർബുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക. ഈ വെർബുകളുടെ രൂപം മാറുന്നതനുസരിച്ച് സെന്റൻസിന്റെ അർത്ഥവും മാറിയിരിക്കുന്നു. ഓക്സിലറി വെർബുകൾ മാറുന്നതിനനുസരിച്ച് സെന്റൻസിന്റെ അർത്ഥം മാറിയിരിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങളുള്ളവർ കമന്റ് ബോക്സിൽ അത് ചോദിക്കാവുന്നതാണ്. എന്തായാലും എങ്ങനെയാണ് PSC പരീക്ഷകൾക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് എന്നും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നും എങ്ങനെയാണ് എന്ന് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ട് എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കാതിരിക്കുക. ഈ ചാനലിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ഈ വീഡിയോസ് നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പഠിക്കുക, വിജയിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ സംശയിക്കേണ്ട, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഗുഡ് ബൈ.